ഇപ്പൊ ഇറാൻ US ഈ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ ഇപ്പൊ മേഖലയിലെ ഒരു വൻ ശക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഓയിൽ ഇമ്പോർട്ടിംഗ് കൺട്രിയാണ് നമ്മളെന്ന് പറയുന്നത്. മാത്രമല്ല ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ LPG ഇമ്പോർട്ട് ചെയ്യുന്ന വേറൊരു രാജ്യം കൂടെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രത്തോളം പാചകവാതക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏകദേശം 900 സംതിങ് റുപ്പീസ് ആണ് ഈ പറയുന്ന പാചകവാതകത്തിന് കൂടിയത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറുകൾക്കല്ല കൂടിയത്. എന്നിരുന്നാൽ കൂടെ അതിനെ പല വിധത്തിൽ നമ്മുടെ മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഒരു റീസണേ ഉള്ളൂ, ഹോർമോസ് കടന്നിട്ട് നമുക്ക് വേണ്ട അത്ര അളവിലുള്ള LPG ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു പുതിയ വാർത്ത വരുന്നത്. ഏകദേശം 45,000 ടൺ LPGയുമായി ഇന്ത്യയുടെ സൂപ്പർ ടാങ്കർ തടസ്സങ്ങൾ ഭേദിച്ച് സർവ്വശക്തി ലക്ഷ്യസ്ഥാനത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മൊത്തത്തിൽ നോക്കാം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് നിശ്ചലമായിരിക്കെ തടസ്സങ്ങൾ ഭേദിച്ച് ഇന്ത്യൻ LPG ടാങ്കർ സർവശക്തി. ഇറാനും US തമ്മിലുള്ള സംഘർഷം മൂലം കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച പാതയിലൂടെയാണ് 45,000 ടൺ പാചകവാതകവുമായി ഈ സൂപ്പർ ടാങ്കർ സഞ്ചരിക്കുന്നത്. അമേരിക്ക ഇറാന് മേൽ ഉപരോധം ശക്തമാക്കിയതോടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ നീക്കം നിലച്ചിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് വിജയകരമായി മുറിച്ചു കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പലായി സർവശക്തി മാറും. സംഘർഷത്തിനിടയിലും ഇറാനുമായുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെ 8 LPG കപ്പലുകൾ കടത്തിവിടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഫെബ്രുവരിയിൽ പേർഷ്യൻ ഗൾഫിൽ പ്രവേശിച്ച സർവശക്തി ദുബായ്ക്ക് സമീപം വെച്ച് മറ്റൊരു കപ്പലിൽ നിന്നാണ് വാതകം ശേഖരിച്ചത്. പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഈ ഇന്ധനത്തിന്റെ ഗുണഭോക്താവ് എന്നാണ് റിപ്പോർട്ടുകൾ. 10 മുതൽ 14 മണിക്കൂർ വരെ സമയമെടുക്കുന്ന അതീവ സങ്കീർണമായ യാത്രയാണിത്. സുപ്രധാനമായ നീക്കം രാജ്യത്തെ പാചകവാതക വിതരണത്തിൽ വലിയ ആശ്വാസം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യവും രണ്ടാമത്തെ വലിയ LPG ഉപഭോക്താവുമാണ് ഇന്ത്യ. യുദ്ധം വിതരണ ശൃംഖലയെ ബാധിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ കടുത്ത ജാഗ്രതയിലാണ്. LPG ഉൽപാദനം 60% വർദ്ധിപ്പിച്ച് പ്രതിദിനം 54,000 ടണ്ണാക്കി മാറ്റിയിരുന്നു. LPG ടാങ്കറുകൾക്ക് തുറമുഖങ്ങളിൽ മുൻഗണന നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പം ഇതാണ് ന്യൂസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന LPGയുടെ ക്ഷാമം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ ന്യൂസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമുക്കറിയാം അമേരിക്കയുടെ ഉപരോധം അവിടെയുണ്ട്. അതേപോലെ തന്നെ ഇറാന് ഹോർമൂസിനെയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു കാര്യം, ഈ കപ്പൽ ഇറാന് ഈ ടോള് കൊടുത്തിട്ടാണോ വരുന്നത് അതോ ടോള് കൊടുക്കാതെയാണോ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സോഴ്സുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇറാന് ടോള് കൊടുക്കാണ്ട് തന്നെയാണ് ഈ കപ്പൽ വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ ഈ മറൈൻ ട്രാഫിക് ആപ്പിൽ നമ്മൾ കയറി നോക്കുന്ന സമയത്തെ നമുക്ക് അവിടെ ഇതിന്റെ ലൈവായിട്ട് അത് സഞ്ചരിക്കുന്ന റൂട്ടും എല്ലാം കിട്ടും. ഇപ്പം ഞാൻ നോക്കുന്നത് മറൈൻ ട്രാഫിക് ആപ്പാണ്. അപ്പം അതിനകത്ത് നമുക്ക് കറക്റ്റ് കാണാം ഈ ഒരു കപ്പൽ വരുന്നത് ഗാൻടൂട്ട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു കപ്പൽ വരുന്നത്. ഇന്ത്യൻ ക്രൂ ആണ് ഇതിനകത്തുള്ളതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ഡിപ്പാർച്ചർ ടൈം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഡേറ്റും കാണിക്കുന്നുണ്ട്. ഡേറ്റ് കാണിക്കുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. അപ്പം ഒന്ന് ആലോചിക്കണം, മാർച്ച് 3-ാം തീയതി പുറപ്പെട്ടിട്ടുള്ള കപ്പലാണ്. മാർച്ച് 3-ാം തീയതി പുറപ്പെട്ട് ഈ പറയുന്ന ഹോർമൂസിൽ കുടുങ്ങി കടന്നിരുന്ന കപ്പലാണ് ഇപ്പോൾ അവിടുന്ന് റിലീസായി പോന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതിന്റെ ലൈവ് മാപ്പ് ഒന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ ലൈവ് മാപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കാണാം ഈ കപ്പല് ഹോർമൂസ് കടന്നിട്ടുണ്ട്. ഹോർമൂസ് ആ ഒരു ചോക്ക് പോയിന്റ് കടന്ന് കുറച്ചധികം ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഏകദേശം ഒമാന്റെയും ഇറാന്റെയും ഇടക്കൂടെയാണ് ഇപ്പൊ ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പൺ വാട്ടറിലേക്ക്, ഇന്റർനാഷണൽ സീയിലോട്ട് ഈ കപ്പല് കയറാൻ പോവുകയാണ്. ഇന്റർനാഷണൽ വാട്ടർ വേ തന്നെയാണ് ഈ കപ്പൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇതിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 10.3 നോട്ടിക്കൽ മൈൽ പെർ ഹവറിലാണ് ഇപ്പൊ ഈ ഒരു കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ഡ്രോട്ട് കാണിക്കുന്നത് 11.2 വിച്ച് മീൻസ് ഇത് ഹെവി ലോഡഡ് ആയിട്ടുള്ള കപ്പലാണെന്നും കൂടെ നമുക്കറിയാം. 54,000-ഓളം ടണ്ണ്
ടൺ LPG ആയിട്ടാണ് ഈ ഒരു കപ്പൽ സഞ്ചരിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്കറിയാം. സർവ്വശക്തി LPG ടാങ്കർ എന്നുള്ളതും ഈ ഒരു ഇതിൽ കാണാം. അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു സാധനം തുറന്നു നോക്കുന്ന സമയത്ത് എന്തോരം കപ്പലുകളാണ് ഇവിടെ കുടുങ്ങി കിടക്കുന്നത് എന്നറിയോ. ഒരു ലോഡ് കപ്പലുകൾ ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം കേട്ടോ. പാസ്റ്റ് ട്രാക്ക് കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഇത് മാർച്ച് 3 പോന്നിട്ട് ഹോർമൂസിന്റെ തൊട്ട് മുന്നേ ആയിട്ട് കുറേ ദിവസം കടന്നത് നമുക്കിവിടെ കാണിക്കാൻ പറ്റും. സർവശക്തി, അതായത് ഒമാന്റെയും UAEന്റെയും ഒമാന്റെയും കൂടെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തായിട്ടാണ് ഈ ഒരു കപ്പൽ ഇത്രയും നേരം കിടന്നേക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറാൻ നേവിയുടെ ആ ഒരു ചോക്ക് പോയിന്റിൽ, കറക്റ്റ് ഹോർമൂസിന്റെ ചോക്ക് പോയിന്റിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കപ്പൽ കടന്നേക്കുന്നത്. അവിടെ നിന്ന് ഈ കപ്പൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കറക്റ്റ് ഗൾഫ് ഓഫ് ഒമാനിലൂടെ ഈ ഒരു കറക്റ്റ് കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ആ ഒരു ലൈവും കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കപ്പലിന്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോക്ക് പോയിന്റിൽ ഈ പറയുന്ന ഉപരോധം ഏറ്റവും കൂടുതൽ കടുത്ത് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു കപ്പൽ നമ്മുടെ നാട്ടിലോട്ട് വരുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഡിപ്ലോമാറ്റിക് പവറും നമ്മുടെ ഡിപ്ലോമാറ്റിക് ടോക്കും ഇതിനകത്ത് എത്രത്തോളം നടന്നിട്ടുണ്ട് ഈ ഒരു കപ്പൽ റിലീസ് ആവാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങൾ അതിന്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് അതിന്റെ ന്യൂസ് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടെ അത്തരത്തിലുള്ള ന്യൂസൊക്കെ ഇനി വരുമ്പോഴാണ് നമ്മൾക്ക് അറിയാൻ പറ്റുക. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 8 കപ്പലുകൾ വിട്ട സമയത്ത് ഇറാൻ കുറച്ച് ഡിമാൻഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് മരുന്നുകൾ പോലെയുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ ഇന്ത്യ പിടിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ചില കപ്പലുകൾ വിട്ടുകൊടുക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ്സും കൂടി ആയിട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് കപ്പലുകളെ വിട്ടുകിട്ടാൻ നമുക്ക് പറ്റിയിരുന്നു. നമ്മൾ പിന്നെ അമേരിക്ക പോലെയുള്ള ഗുണ്ടായിസം പരിപാടികളൊന്നും നമുക്കില്ല. നമ്മളെപ്പോഴും ന്യൂട്രൽ ആയിട്ടാണ് ഏത് സിറ്റുവേഷനിലും നമ്മൾ നിൽക്കാറ്. ഇറാന്റെ കൂടെ നിൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നുണ്ട്, ലെബനോന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരു ന്യൂട്രൽ പൊസിഷനാണ് എപ്പോഴും ഇന്ത്യ ഇന്റർനാഷണൽ കാര്യങ്ങളിൽ എടുത്തേക്കുന്നത്. ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി തന്നെ ഏകദേശം ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. കോൺഫ്ലിക്റ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് കൊടുക്കാണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ഇത്രയും കാലം സ്വീകരിച്ചേക്കുന്നത്. പക്ഷേ അതിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. അതായത് ആഭ്യന്തര പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ റിലേഷനെയും അതേപോലെ തന്നെ ഡിപ്ലോമാറ്റിക് റിലേഷനെയൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ചില പ്രവണതകൾ ഇപ്പോൾ നമ്മുടെ സർക്കാരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. എന്തായാലും ഈ പറയുന്ന 45,000 ടൺ LPG നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള പ്രതിസന്ധിക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസം ഉണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്.